ഞാൻ ഇന്നലെ താമസിച്ച ഗ്ലെൻസൈഡ് വില്ലയുടെ മാനേജ്മെൻറ്റിൻ്റെ കീഴിൽ മറ്റൊരു ഹെറിറ്റേജ് ബംഗ്ലാവ് കൂടിയുണ്ട്, ബോഗൻ വില്ല. അവിടുത്തെ സ്റ്റേ എന്ന് പറയുന്നത് കുറച്ച് കോസ്റ്റ്ലി അഫെയറാണ്. 4000 ഒക്കെയാണ് പെർ ഡേ വരുന്നത്. അതുകൊണ്ട് എന്തായാലും ഞാൻ അവിടെ സ്റ്റേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ സെന്തിൽ എന്നോട് ചോദിച്ചു ആ വില്ലേൻ്റെ കൂടെ ഒരു വീഡിയോ എടുക്കാമെന്ന്. ഓക്കെ, എടുക്കാം. ഞാൻ എന്തായാലും ഊട്ടി വന്നത് വീഡിയോ എടുക്കാനാണല്ലോ, അതുകൊണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാമെന്ന് ഞാൻ സന്തോഷത്തോടെ പറഞ്ഞു. അപ്പോൾ നമുക്ക് ആ വില്ല ഒന്ന് കാണാം. ബോഗൻ വില്ല ഊട്ടി ആർബറേറ്റത്തിനടുത്താണ്. ആർബറേറ്റത്തിൻ്റെ എൻട്രൻസിൻ്റെ ഓപ്പോസിറ്റിലൂടെ ഒരു ചെറിയ റോഡുണ്ട്. ആ റോഡിലൂടെ കുറച്ച് നടന്നാൽ ബോഗൻ വില്ലയിലെത്തും. ഇതൊരു റെസിഡൻഷ്യൽ ഏരിയയാണ്. ബിൽഡിങ്ങുകൾ മാത്രമല്ല, ഇവിടെ കൃഷിസ്ഥലമുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു ക്യാരറ്റ് തോട്ടം, നല്ല ശാന്തമായ അന്തരീക്ഷമാണ്. ഈ ചെടിയുടെ പേര് ഡെയ്സി എന്നാണോ? എനിക്ക് ഉറപ്പില്ലെങ്കിലും ഡെയ്സി എന്ന് തന്നെ വിളിക്കാം. ഊട്ടിയിലെ ക്ലൈമറ്റ് ചെടികൾക്ക് പറ്റിയതാണ്. ഇവിടെ ഇവരുടെ കോമ്പൗണ്ടിൽ ഇഷ്ടം പോലെ ചെടികളുണ്ട്. എല്ലാ ചെടികളും നന്നായിട്ട് പൂത്ത് നിൽക്കുവാണ്. ഇത് കണ്ടിട്ട് ഒരു പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവ് പോലെയൊക്കെയുണ്ട്. ഈ ഒരു ബിൽഡിങ്ങിൻ്റെ ആർക്കിടെക്ചർ സൂചിപ്പിക്കുന്നത് അതാണ്. ഈ ബംഗ്ലാവിൻ്റെ ഹിസ്റ്റോറിക്കൽ ഇമ്പോർട്ടൻസോ ഡീറ്റെയിൽസോ ഒന്നും എനിക്കറിയില്ല. പെട്ടെന്ന് വന്നെടുത്ത വീഡിയോ ആണിത്. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ചോദിച്ചില്ല. നിങ്ങൾ ഇവിടെ വന്ന് സ്റ്റേ ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കിക്കോളൂ. എല്ലാവർക്കും അതിനെപ്പറ്റി അറിയാൻ ഇൻട്രസ്റ്റ് ഉണ്ടാകില്ല. ബ്രിട്ടീഷ് ഇറയെക്കുറിച്ച് അറിയാൻ ക്യൂരിയോസിറ്റി ഉള്ളവർ, അല്ലെങ്കിൽ പഴയ കാലത്തെക്കുറിച്ച് അറിഞ്ഞിരിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ളവർ, പഴയകാല നിർമ്മിതികളെക്കുറിച്ച് അറിയാൻ ഇൻട്രസ്റ്റ് ഉള്ളവരൊക്കെ അതിനെക്കുറിച്ച് ആലോചിക്കത്തുള്ളൂ. അങ്ങനെ ഇൻട്രസ്റ്റ് ഉള്ളവർക്ക് ഇവിടെ വന്ന് സ്റ്റേ ചെയ്ത് ഈ വില്ലയുടെ ഓണർ സെന്തിലിനോടെല്ലാം ചോദിച്ച് മനസ്സിലാക്കാം. ഇനി വില്ലയിലെ റൂമുകൾ കാണിക്കാം. സ്റ്റാൻഡേർഡ് റൂമിൻ്റെ വീഡിയോ ഞാൻ എടുത്തിട്ടില്ല. പ്രീമിയം റൂമുകളുടെ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. 1 നൈറ്റ് സ്റ്റേക്ക് മിനിമം 4000 ഇവർ ചാർജ് ചെയ്യുന്നത്. സീസൺ അനുസരിച്ച് റേറ്റ് ഫ്ലക്ച്വേറ്റ് ആകും. ഇനി ബോഗൻ വില്ല മൊത്തം ചുറ്റി കാണാം. മെയിൻ ബിൽഡിംഗ് നേരത്തെ പറഞ്ഞ പോലെ വിൻറ്റേജ് ആണ്. വില്ലയുടെ 2 സൈഡിൽ ഡിറ്റാച്ച്ഡ് ആയിട്ടുള്ള ബ്ലോക്കുകൾ പിന്നീട് പണിതാണെന്നാണ് കണ്ടിട്ട് തോന്നുന്നത്. ഞാൻ ബോഗൻവില്ലയിൽ സ്റ്റേ ഒന്നും ചെയ്തില്ല. കോസ്റ്റ്ലി അഫെയർ ആയതുകൊണ്ട് മാത്രമാണ് സ്റ്റേ ചെയ്യാഞ്ഞത്. എന്തായാലും അവിടുന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചായിരുന്നു. ഗ്ലെൻസൈഡ് വില്ലയിൽ താമസിച്ചപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ബോഗൻവില്ലയിൽ നിന്നായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് അടിപൊളിയായിരുന്നു. പിന്നെ 4000 എന്ന് പറയുന്നത് ഒരു ഫാമിലി ആയിട്ടൊക്കെ പോകുമ്പോൾ ഓക്കെ ആയിരിക്കും. അങ്ങനെ 4000 സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർക്ക് ബോഗൻവില്ലയിൽ പോയി താമസിക്കാം. നല്ല അടിപൊളി സ്റ്റേ ആയിരിക്കുമെന്നാണ് എനിക്ക് കണ്ടിട്ട് വന്നത്. ആ ഒരു ഹെറിറ്റേജ് ബംഗ്ലാവും കാണാൻ നല്ല രസമുണ്ട്.